ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പൗരന്മാരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചു വരികയാണ്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് ഇവർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് എത്തുന്നവർ പല സ്ഥലങ്ങളിലായി വിവിധ ജോലികളിൽ ഏർപ്പെടുന്നു. എന്നിട്ട് രാജ്യത്തെ ദ്രോഹിക്കുന്നതിനായി തീവ്രവാദ സംഘടനകളിലും പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് 3 പാകിസ്ഥാൻ പൗരന്മാർ കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷമായി വ്യാജ മേൽവിലാസവുമായി ബാംഗ്ലൂരുവിൽ കഴിഞ്ഞ പാകിസ്ഥാൻ പൗരന്മാരും കുടുംബവുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബംഗളൂരുവിലെ പീനിയയിലാണ് ഇവർ അനധികൃതമായി താമസിച്ചിരുന്നത്. 15-ലധികം പേർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടക്കുന്നു എന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത്. അതേപോലെ 15-ലധികം പേർ മെഹ്തി ഫൗണ്ടേഷനിൽ ചേർന്നു. ഇവരെല്ലാം യൂനസ് ഗുരുവിന് വേണ്ടി പ്രചരണത്തിനിറങ്ങിയവരാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത ഓപ്പറേഷനിലാണ് ബംഗളൂരുവിലെ ജിഗാനിയിൽ താമസിച്ചിരുന്ന 48-കാരനായ റാഷിദ് അലിയെ അയാളുടെ ഭാര്യയെയും മരുമകളെയും അറസ്റ്റ് ചെയ്തത്. ഇയാൾ ശങ്കർ ശർമ്മ എന്ന പേരിലാണ് ബാംഗ്ലൂരുവിൽ താമസിച്ചിരുന്നത്. റാഷിദ് അലി കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവരിൽ 7 പേർ ബാംഗ്ലൂരുവിലേക്കും ബാക്കിയുള്ളവർ ആസാം, ഒറീസ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കും പോയി. ജിഗാനിയിൽ റാഷിദിന്റെ കുടുംബം അറസ്റ്റിലായതോടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പാക് പൗരന്മാർ പിടിയിലാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായവരെ ജിഗാനി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കി. ബാംഗ്ലൂരുവിൽ പാകിസ്ഥാൻ പൗരന്മാരെ പിടികൂടിയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തുവരുന്നത്. അവർ ഇന്ത്യൻ പാസ്പോർട്ടുകൾ നേടുകയും മതം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുള്ളതായാണ് വ്യക്തമാകുന്നത്. അതേപോലെ തന്നെ എല്ലാ പ്രതികളും ബാംഗ്ലൂരുവിലെ ഹിന്ദുക്കളുടെ ഐഡന്റിറ്റി എടുത്തിരുന്നതായും പറയുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ താമസിക്കുന്ന ശങ്കർ ശർമ്മ എന്ന റാഷിദ് അലി, പാകിസ്ഥാനിലെ ലഹോറിൽ താമസിക്കുന്ന ആശാ റാണി എന്ന ആയിഷ, ലഹോർ നിവാസിയായ രാംബാബു ശർമ്മ എന്ന ഹാനിയ മുഹമ്മദ്, പാകിസ്ഥാനിലെ ലഹോറിൽ താമസിക്കുന്ന റാണി ശർമ്മ എന്ന റുബീന എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇത് കൂടാതെയാണ് 3 പേർ കൂടെ പിടിയിലായത്. ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി അന്വേഷണത്തിനായി 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ ജിഗാനി പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ IPC സെക്ഷൻ 420, 468, 471 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 29-ന് അനഗ ലേ ഔട്ടിന് സമീപമുള്ള രാജ്പുര ഗ്രാമത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരനെ കുറിച്ച് ജിഗാനി പോലീസിന് സൂചന ലഭിച്ചിരുന്നു. വ്യാജരേഖകൾ നൽകി പാസ്പോർട്ട് നേടിയ കേസിൽ ഇവരുടെ 2 ബന്ധുക്കളെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ശങ്കർ ശർമ്മയുടെ വേഷത്തിൽ പ്രതിയായ റാഷിദ് അലിയും കുടുംബാംഗങ്ങളും വീട് ഒഴിയുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ താൻ ന്യൂഡൽഹിയിൽ നിന്നാണെന്നും 6 വർഷമായി ഇപ്പോഴത്തെ വിലാസത്തിലാണ് താമസിക്കുന്നതെന്നും റാഷിദ് അവകാശപ്പെട്ടു. പോലീസ് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ പ്രതിയുടെ കൈവശം ഹിന്ദു പേരിലുള്ള പാസ്പോർട്ടുകളും ഉണ്ടെന്ന് കണ്ടെത്തി. എന്നാൽ ഭിത്തിയിൽ മെഹ്തി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ ജിഷാനി യുനസ് എന്നെഴുതിയിരുന്നതായി പോലീസ് കണ്ടെത്തി. ഒരു മുസ്ലിം മത നേതാവിന്റെ ഫോട്ടോയും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ചോദ്യം ചെയ്യലിൽ ചെന്നൈയിൽ പിടിയിലായവർ തന്റെ ബന്ധുക്കളാണ് എന്ന് സമ്മതിക്കുകയും അവർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തു. താൻ കറാച്ചിക്ക് സമീപമുള്ള ലിയാദാബാദ് സ്വദേശിയാണ് എന്നും ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കുമൊപ്പം ഹിന്ദുവാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ് താമസിക്കുന്നതെന്നും പ്രതി റാഷിദ് അലി പറഞ്ഞു. 2011-ൽ താൻ ഓൺലൈനിൽ ആയിഷയെ കണ്ടുമുട്ടിയെന്നും വിവാഹ സമയത്ത് അവരുടെ കുടുംബം ബംഗ്ലാദേശിലായിരുന്നുവെന്നും റാഷിദ് പറഞ്ഞു. പാകിസ്ഥാനിലെ മത മേലധ്യക്ഷന്മാരുടെ കയ്യിൽ നിന്ന് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ശേഷം ഭാര്യയോടൊപ്പം താമസിക്കാൻ ബംഗ്ലാദേശിലേക്ക് പോയതായും അദ്ദേഹം വെളിപ്പെടുത്തി. അൽറ TVയിൽ മത നേതാവായ യൂനിസിന്റെ പ്രസംഗങ്ങൾ കാണാനായി ജനങ്ങളോട് പ്രചരണം നടത്തിയിരുന്നു. മെഹ്തി ഫൗണ്ടേഷനിൽ നിന്നാണ് പ്രതിക്ക് ചിലവിനുള്ള പണം ലഭിച്ചിരുന്നത്. ഇന്ത്യ അടക്കം ലോകമെമ്പാടുമുള്ള വ്യക്തികൾ ഫൗണ്ടേഷനിൽ അംഗങ്ങളായിട്ടുണ്ട്. ബംഗ്ലാദേശിൽ 3 വർഷം താമസിച്ച ശേഷം പ്രതിയെ പ്രാദേശിക മത നേതാക്കൾ ആക്രമിക്കുകയും മെഹ്തി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു വ്യക്തി റാഷിദിനെ ഫോണിൽ ബന്ധപ്പെടുകയും ഇന്ത്യയിൽ അഭയം പ്രാപിക്കാനും അവിടെ നിന്ന് മതം പ്രചരിപ്പിക്കാനും പറഞ്ഞതായി റാഷിദ് വെളിപ്പെടുത്തുന്നു. ന്യൂഡൽഹിയിൽ പ്രതികൾക്ക് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് എന്നിവ ലഭിച്ചിരുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ മുസ്ലിം പേരുകൾ മാറ്റി ഹിന്ദു പേരുകളായി എടുത്തു. താൻ മതം പ്രചരിപ്പിക്കുകയായിരുന്നുവെന്ന് റാഷിദ് പോലീസിനോട് പറഞ്ഞിരുന്നു. 2018-ൽ നേപ്പാളിൽ പോയി മത മേലധ്യക്ഷനെ കാണുകയും വാസ്മിനെയും അൽത്താഫിനെയും കാണുകയും ചെയ്തിരുന്നു. മതം പ്രചരിപ്പിക്കാൻ ബാംഗ്ലൂരുവിലേക്ക് വരാൻ അവർ അഭ്യർത്ഥിച്ചിരുന്നു. മത മേലധ്യക്ഷന്റെ സമ്മതത്തിനു ശേഷം 2018 മാർച്ചിൽ അദ്ദേഹത്തെ ബാംഗ്ലൂരുവിലേക്ക് മാറ്റി.
എല്ലാ രേഖകളും പാസ്പോർട്ടുകളും നിലവിലെ വിലാസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമാണ്. 10 വർഷമായി ഇവർ ഇന്ത്യയിൽ തങ്ങുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് രഹസ്യ അന്വേഷണ ഏജൻസികളും മറ്റു സ്ഥാപനങ്ങളും ഇവരെ ട്രാക്ക് ചെയ്യാത്തതെന്ന് കർണാടക ആഭ്യന്തരമന്ത്രിയായ ജി പരമേശ്വര ചോദിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് നിരവധി പേർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ ദിവസവും ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടുകയും അവരെ തിരികെ നാടുകടത്തുകയും ചെയ്യുന്നു. അവർ വന്നുകൊണ്ടേയിരിക്കുന്നു. ബംഗ്ലാദേശിൽ അതിർത്തികൾ സുരക്ഷിതമാണോ? അതേപോലെ തന്നെ അതിർത്തികൾ പരിശോധന കർശനമാക്കേണ്ടതുണ്ട്. ഇത് കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനും ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരുടെ പ്രശ്നം ഞങ്ങൾ തുടർച്ചയായി കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗളൂരുവിൽ നിരവധി അനധികൃത കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ അവരെ എല്ലാ ദിവസവും സ്ക്രീൻ ചെയ്യുകയും എല്ലാ ദിവസവും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തും. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനും കേന്ദ്ര സർക്കാരിനും വിവരം നൽകുകയും ചെയ്യും. അതിർത്തികളിൽ കേന്ദ്ര സുരക്ഷ ശക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.